ഭാഗ്യത്തിന് ആസിഫും വള്ളക്കാരനും നീന്തി രക്ഷപ്പെട്ടു. അതിനെനിക്കൊരു 2 ലക്ഷം രൂപ ചെലവായി. ദേ, നിന്റെ ഡെഡ് ബോഡി കിട്ടാൻ വേണ്ടി ഇപ്പോഴും രക്ഷാപ്രവർത്തനം കായലിൽ നടന്നുകൊണ്ടിരിക്കുക. അതുവല്ലോ അറിയാവോ? നീ എന്തിനാ ഈ അവസാന നിമിഷം ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത്? ഞങ്ങൾ ഒരുമിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ നിനക്ക് ആദ്യമേ എതിർക്കാമായിരുന്നല്ലോ. വേറെ എന്തൊക്കെ വഴികളുണ്ടായിരുന്നു നിനക്ക് ഞങ്ങളുടെ കല്യാണം മുടക്കാൻ? അത് നീ പറഞ്ഞ ശരിയാ. പക്ഷേ എടാ മോനെ, എനിക്ക് ഈ ലോക്കൽ ഗുണ്ടായസിലൊന്നും ഇപ്പൊ താല്പര്യമില്ല മോനെ. നിന്നെ ഇപ്പൊ ഞാനിവിടെ പിടിച്ചു വച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റൊരാൾ കൂടി വേണ്ടി. താണ്ടേ ആളെത്തി. അതെ, അവന്റെ കയ്യിലെ കാലിലും കെട്ടഴിച്ചിട്ടേ ഫ്രീ ആക്കി വിട്. പിന്നെ ദാ മോനെ, ഇപ്പോ ഇങ്ങോട്ട് വരാൻ പോകുന്നത് നീ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളാ. സ്വതന്ത്രനാക്കി വിട്ടു എന്ന് വിചാരിച്ചേ നീ ഓടി രക്ഷപ്പെടാനൊന്നും നോക്കരുത്. അല്ല, അദ്ദേഹത്തെ കണ്ടാ പിന്നെ നീ എങ്ങും പോവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ നീ നല്ല കുട്ടിയായിട്ട് നിന്നു. ഞാനിപ്പോ വരാം.